സെൻട്രൽ ദുബായിൽ വലിയ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി വ്യാജ വാർത്ത ചമയ്ക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ UAE പബ്ലിക് പ്രോസിക്യൂഷൻ അന്വേഷണം ശക്തമാക്കി. തീർത്തും തെറ്റായതും വസ്തുതാ വിരുദ്ധവുമായ വിവരങ്ങളാണ് വാർത്തയിൽ ഉണ്ടായിരുന്നതെന്ന് UAE അറ്റോർണി ജനറൽ കൗൺസിലർ ഡോക്ടർ ഹമദ് സെയ്ഫ് അൽ ഷംസി വ്യക്തമാക്കി. മേഖലയിൽ നിലവിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ പൊതുജനങ്ങളിൽ പരിഭ്രാന്തി പരത്തുന്ന ഇത്തരം വാർത്തകൾ ഗൗരവത്തോടെയാണ് രാജ്യം കാണുന്നത്. വ്യാജ വാർത്ത നൽകിയ റിപ്പോർട്ടറുടെ മൊഴി പബ്ലിക് പ്രോസിക്യൂഷൻ രേഖപ്പെടുത്തി. കൂടാതെ ഈ വാർത്ത തയ്യാറാക്കാനും അത് അംഗീകരിക്കാനും തുടർന്ന് പ്രസിദ്ധീകരിക്കാനും നേതൃത്വം നൽകിയ വാർത്താ ഏജൻസിയിലെ ഉത്തരവാദികളായ മുഴുവൻ പേരെയും പ്രോസിക്യൂഷൻ വിളിപ്പിച്ചു. വാർത്ത നൽകുന്നതിന് മുൻപ് പാലിക്കേണ്ട നിയമപരവും പ്രൊഫഷണലുമായ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്നും വിവരങ്ങൾ കൃത്യമായി പരിശോധിച്ചിട്ടാണോ വാർത്ത പുറത്തുവിട്ടതെന്നും അധികൃതർ പരിശോധിച്ച് വരികയാണ്. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കും. വാർത്താ ഏജൻസി പിന്നീട് ആ വാർത്ത പിൻവലിക്കുകയും ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ വാർത്ത പിൻവലിച്ചതുകൊണ്ടോ മാപ്പ് ചോദിച്ചതുകൊണ്ടോ മാത്രം അന്വേഷണം അവസാനിക്കില്ല എന്ന് ഡോക്ടർ ഹമദ് സെയ്ഫ് അൽ ഷംസി പറഞ്ഞു. അന്വേഷണത്തിനൊടുവിൽ നിയമലംഘനം വ്യക്തമായാൽ രാജ്യത്തെ സൈബർ മാധ്യമ നിയമങ്ങൾ അനുസരിച്ച് ബന്ധപ്പെട്ടവർക്കെതിരെ കൃത്യമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകുമെന്നും അറ്റോർണി ജനറൽ വ്യക്തമാക്കി. രാജ്യത്തിന്റെ സുരക്ഷയെയും സമാധാനത്തെയും ബാധിക്കുന്ന തരത്തിലുള്ള വ്യാജ വാർത്തകൾക്കെതിരെ UAE മുൻപും കർശന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതേസമയം പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷങ്ങളിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി UAE. മേഖലയിലെ സംഘർഷങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്നും കൂടുതൽ അസ്ഥിരതയിലേക്കും യുദ്ധാവസ്ഥയിലേക്കും നയിക്കുന്ന നീക്കങ്ങളിൽ നിന്ന് എല്ലാ വിഭാഗങ്ങളും പിന്മാറണമെന്നും UAE ഔദ്യോഗികമായി ആഹ്വാനം ചെയ്തു. അപകടകരമായ പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കാനും പശ്ചിമേഷ്യ വീണ്ടും ഒരു അക്രമ പരമ്പരയിലേക്ക് വീണു പോകാതിരിക്കാനും എല്ലാ കക്ഷികളും പരമാവധി ആത്മസംയമനം പാലിക്കണമെന്ന് UAE വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. മേഖലയിലെ ശത്രുതാപരമായ നീക്കങ്ങൾ അടിയന്തരമായി അവസാനിപ്പിച്ച് എത്രയും വേഗം ചർച്ചകളിലേക്ക് മടങ്ങി വരണമെന്ന് UAE ആവശ്യപ്പെട്ടു. ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ജീവനാഡിയായ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ സുരക്ഷിതമായി ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയും രാജ്യം ആവർത്തിച്ചു. അന്താരാഷ്ട്ര വ്യാപാരത്തെ ബാധിക്കുന്ന സമുദ്രപാതകളിലെ അക്രമങ്ങൾ ഒട്ടും അംഗീകരിക്കാനാവില്ലെന്നും UAE വ്യക്തമാക്കി. സ്കൂളുകൾ, സർവകലാശാലകൾ, ആശുപത്രികൾ, കുടിവെള്ള വിതരണ പ്ലാന്റുകൾ, ഊർജ്ജ നിലയങ്ങൾ, ഗതാഗത സംവിധാനങ്ങൾ, ജനവാസ മേഖലകൾ തുടങ്ങിയ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെ UAE ശക്തമായി അപലപിച്ചു. സിവിലിയൻ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെയും നേതൃത്വങ്ങളുടെയും നഗ്നവും ഗുരുതരവുമായ ലംഘനമാണ്. യാതൊരു സാഹചര്യത്തിലും ഇത്തരം നടപടികളെ അംഗീകരിക്കാനോ ന്യായീകരിക്കാനോ കഴിയില്ലെന്ന് രാജ്യം ആവർത്തിച്ചു. മേഖലയിൽ ദീർഘകാല സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ അടിയന്തര ഇടപെടൽ അനിവാര്യമാണെന്നും UAE വ്യക്തമാക്കി. അതേസമയം കുവൈറ്റിലെ ഓയിൽ പ്ലാന്റിന് നേരെ ഇറാന്റെ തുടർച്ചയായ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും വൻതോതിൽ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തതായി കുവൈറ്റ് പെട്രോളിയം കോർപ്പറേഷനെ ഉദ്ധരിച്ച് ഔദ്യോഗിക വാർത്താ ഏജൻസിയായ കുവൈറ്റ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തെ തുടർന്ന് പ്ലാന്റിലുണ്ടായ വൻ തീപിടുത്തം അണയ്ക്കുന്നതിനിടയിൽ നിരവധി അഗ്നിശമന സേനാ അംഗങ്ങൾക്കും ഒരു തൊഴിലാളിക്കും പരിക്കേറ്റു. തുടർന്ന് അടിയന്തരമായി ഒഴിപ്പിക്കൽ നടപടികളും രക്ഷാപ്രവർത്തനവും നടത്തി. രാജ്യത്ത് 2 ഇടങ്ങളിലാണ് തീപിടുത്തമുണ്ടായത്. ആദ്യത്തെ പ്ലാന്റിൽ തീ പടർന്നതോടെ ജീവനക്കാരുടെയും രക്ഷാപ്രവർത്തകരുടെയും സുരക്ഷ മുൻനിർത്തി പ്രദേശം അടിയന്തരമായി ഒഴിപ്പിച്ചു. പരിക്കേറ്റവർക്ക് പ്ലാന്റിൽ വെച്ച് തന്നെ പ്രാഥമിക ശുശ്രൂഷ നൽകുകയും തുടർന്ന് കൂടുതൽ വൈദ്യസഹായത്തിനായി ആശുപത്രികളിലേക്ക് മാറ്റുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.